ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് അവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയൽ ഉണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ അവിയൽ ഉണ്ടാക്കുമ്പോഴും നല്ലോണം അങ്ങനെ ഒരു കറി പോലെ അങ്ങനെ ആവും. നല്ല ഉലർന്നിട്ടുള്ള, നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉലർന്നിട്ടുള്ള ഒരു അവിയൽ കിട്ടില്ലേ. അപ്പൊ എന്റെ സിസ്റ്ററിലും ഉണ്ട്, അവള് നന്നായിട്ട് പാചകം ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ്. അപ്പൊ അവള് പറയാ വെള്ളം കുറച്ചിട്ട് വെച്ചാൽ മതി എന്നുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ്. ശരിയാവുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അപ്പം എല്ലാ സാധനങ്ങളാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ്, ചേന, പിന്നെ കായ, കയ്പ്പയ്ക്ക, മുരിങ്ങക്കായ, ബീൻസ്, കുമ്പളങ്ങ, പച്ചമുളക് തേങ്ങ ചേർത്ത് അരയ്ക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഒന്നത് കീറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മിക്സിയിൽ കിടന്നുകൊണ്ട് ഉരുളും. പിന്നെ നമുക്ക് അതിൽ ഒഴിക്കാനുള്ള നല്ല കട്ട തൈരുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒന്നും കൂടി പറയാം. പച്ചമുളക്, നാളികേരം, കുമ്പളങ്ങ, ബീൻസ്, മുരിങ്ങക്കായ, പിന്നെ കായ, കയ്പ്പയ്ക്ക, ക്യാരറ്റ്, ചേന, പിന്നെ തൈര്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ട്. പിന്നെ ഉപ്പ് പാകത്തിന്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സ്റ്റൗവ് കത്തിക്കണം. സ്റ്റൗവ് കത്തിച്ചിട്ട് നമ്മളത് വെക്കാനുള്ള ആ പാത്രം. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് തിളയ്ക്കാൻ നമുക്ക് അവകാശം കൊടുത്താൽ നല്ലതാണ്. എന്തായാലും നമുക്ക് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ചേരുവകളൊന്ന് അരയ്ക്കാം. അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോഴേക്കും നമ്മൾ ഈ നാളികേരം മിക്സിയിലിട്ട് കൊടുത്തു, മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തു. നാളികേരം ഇട്ടു. പിന്നെ നമ്മൾ ഈ പച്ചമുളക് അതിലിട്ട് കൊടുത്തു. ഇപ്പം നമ്മൾ വേറെ വെള്ളമല്ല കേട്ടോ ചേർക്കുന്നത്. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട തൈരാണ്. എന്നാൽ പിന്നെ അത്രയും അതിൻ്റെ വെള്ളം കുറയ്ക്കാമല്ലോ, അതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ തൈര് അധികം ഉണ്ടാവില്ല, കാരണം തൈര് വേണമല്ലോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഉലർന്നിട്ടുള്ള അവിയലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് എന്തായി തീരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മളിത്രയും അരച്ചെടുക്കണം. ഒരുപാട് തന്നെ അറിയൊന്നും വേണ്ട. ശരിക്കാണെങ്കിൽ അമ്മിയിലൊക്കെ ആണെങ്കിൽ നമുക്കെല്ലാം ചതച്ചെടുക്കാം. നമ്മളിപ്പോൾ മിക്സിയിലാണല്ലോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കതൊന്ന് അരയ്ക്കുകയാണ്. അപ്പം നമ്മളിത് അരപ്പായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഈ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. തിളയ്ക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുമ്പളങ്ങ അതിൽ ചേർത്തു. കുമ്പളങ്ങയ്ക്ക് ശേഷം നമുക്കൊരു കരണ്ട് ചേന ഇട്ട് കൊടുക്കാം. ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിവിടെ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. ബീൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കയ്പ്പയ്ക്ക കുറച്ച് ഉണ്ട് ഇതിൽ, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, കയ്പൊന്നും ഉണ്ടാവില്ല. കാരണം തൈരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും മനസ്സിലാവും ഇതിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കയ്പ്പയ്ക്ക മാറ്റിച്ചു. അപ്പം നമ്മൾ പിന്നെ കായ ഇട്ട് കൊടുക്കുകയാണ്. കായ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കെല്ലാം നമ്മൾ കുക്കർ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. അത്ര മതി. കായ മുഴുവൻ നമ്മളെടുത്തില്ല. കായയും കയ്പ്പയ്ക്കയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത്ര തന്നെ ഇത് പറ്റുള്ളൂ. കാരണം കുക്കർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതല്ല, നമ്മൾ ചെറിയ കുക്കറാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചിട്ട് ഇനി ഒന്ന് വേവട്ടെ. ഒരു വിസിൽ വരുവോളം നമുക്ക് കാത്തിരിക്കാം. 8 വിസിൽ വരണ്ടു, അതുവരെ കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വന്നു. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ.
ഒരു വിസിൽ തന്നെ ധാരാളമാണ്. ഇനി നമ്മൾ കുക്കർ തുറക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. നന്നായി വെന്തിട്ടുണ്ടാവും. ഉണ്ടോ? അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ട് നന്നായി വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ. അല്ലാണ്ട് ഉടഞ്ഞാലും പറ്റില്ലല്ലോ, വേവ് വേണേനി. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഒത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വെന്തതിൻ്റെ ശേഷമാണ് ചേർത്തത്. അധികമാകാൻ പാടില്ല. പാകം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാമല്ലോ. ഉപ്പ് ചേർത്തു. പിന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച്, അല്ലെങ്കിൽ ഒരു വിളറിയ കളർ പോലെയിരിക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഉലർന്ന അവിയൽ എന്നുള്ളത് ഇപ്പം ഒന്നും പ്രായോഗികമാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അപ്പം അതിന് വേണമെങ്കിൽ ഇത് ചതച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഈ തൈര് ഒഴിക്കേണ്ട അറിയില്ല. ഇപ്പോൾ അവിയൽ പണ്ടത്തെ പഴം തന്നെ ആണെന്ന് സംശയമുണ്ട്. അതായത് നമുക്ക് നോക്കാം. അവിയൽ ഒഴിച്ചു. നമുക്ക് വേണമെങ്കിൽ സ്റ്റവ് ഒന്ന് കത്തിക്കാം. നമ്മളിപ്പോൾ തൈരും ഒക്കെ ഒഴിച്ചല്ലേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കയ്യിലിന് പകരം ഒരു ചട്ടുക ഉപയോഗിച്ചിട്ട് ഇളക്കാം. എന്നിട്ട് കയ്യിലാവുമ്പോൾ അത് കൂടി കൊണ്ട് ഉടനെ ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട്. വെള്ളമൊക്കെ വളരെ പാകമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അവിയൽ വലിയ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഏകദേശം ഒരു നന്നായിട്ട് ഒലർന്നിട്ടുള്ള അവിയൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. നന്നായിട്ട് ഇളക്കിയാൽ മാത്രം മതി. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. അപ്പം ഞാനൊരു സ്പൂണിലാണ് ഒഴിക്കുന്നത്. ചെറിയ സ്പൂണാട്ടോ. അപ്പോൾ അതിലൊരു 2 സ്പൂണ് പച്ച വെളിച്ചെണ്ണ അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അത് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അടിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ നാളികേരവും പച്ചമുളക് കൂട്ടി അരച്ചതില്ലേ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഇനി ഏകദേശമൊക്കെ ഒരു തീർന്ന മാതിരിയുള്ള അവിയലാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത്രയും കുക്കറൊക്കെ തുറന്ന ആ സമയമല്ലേ. അപ്പോൾ നോക്കിയോളൂ, ഇവിടെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി അവിയൽ, സൂപ്പറായിട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ.